ഗൈസ്, അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ സ്റ്റേ പൂമ്പാറയിലാണ്. സോസ്റ്റൽ പൂമ്പാറ, അങ്ങോട്ടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടു. ഏകദേശം 58 മിനിറ്റ്സ് ആണ് ടൈം കാണിക്കുന്നത്. 23 കിലോമീറ്റേഴ്സ് ഉള്ളൂ, പക്ഷേ 58 മിനിറ്റ് ടൈം ഉണ്ട്. വഴി കുറച്ച് മോശമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി സോസ്റ്റൽ പൂമ്പാറയിലേക്ക് പോകാം. കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്നും ഒന്ന് മാറ്റിപ്പിടിച്ച് ഇന്ന് പൂമ്പാറയും മന്നമന്നൂരും അടക്കമുള്ള ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നേരത്തെ കയറിയ ഹോട്ടൽ മാത്രമല്ല, ഇവിടെ ഹോട്ടൽ മഹാരാജാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലും കൂടിയുണ്ട്. നല്ല ഫുഡാണ്. ബസ്സുകാരെല്ലാം അധികവും ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഒബ്സർവേറ്ററി റോഡും ലേക്ക് ഗാർഡനും ഒക്കെ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു 200 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഒബ്സർവേറ്ററി റോഡിലേക്ക് റൈറ്റ് ടേൺ ചെയ്യും. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് റഷ് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ ലേക്ക് ഗാർഡൻ്റെ അവിടെയൊക്കെ നല്ല റഷ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് എല്ലായിടത്തും സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മന്നവന്നൂർ, പൂമ്പാറ തുടങ്ങിയ മനോഹരമായ ഗ്രാമങ്ങളിലേക്ക് എത്താം. റൈറ്റ് തിരിഞ്ഞാൽ ബ്രയാൻ പാർക്കാണ്. ഒട്ടങ്ങളിൽ നിന്ന് ഡയറക്റ്റ് എത്തുന്ന ഫ്രഷ് ക്യാരറ്റും റെഡ് റാഡിഷും മൂലിയും ബീട്രൂട്ടും എല്ലാം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന കടകളാണിത്. ഇവിടെ കയറി നമുക്ക് ക്യാരറ്റും കുക്കുംബറും റാഡിഷും ഒക്കെ വാങ്ങാം. വഴിയിൽ ധാരാളം പശുക്കളും മേയുന്നുണ്ട്. പൂമ്പാറയ്ക്കായതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. തിരിച്ച് കൊടൈക്കനാലിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് വേണം ഇതൊക്കെ വാങ്ങിയിട്ട് പോകാൻ. കാട്ടിൽ നിന്നും ശേഖരിച്ച വിറകുകൾ കെട്ടി തലച്ചുമടായി കൊണ്ടുപോകുന്ന ധാരാളം ആളുകളെയും വഴിയിൽ കാണാം. റോസ് ഗാർഡന് മുന്നിലൂടെയാണ് പൂമ്പാറയ്ക്ക് പോകുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തിരക്കുകൾ വളരെ കുറവാണ്. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും. ഇതിലെ നമുക്ക് വണ്ടി പൂമ്പാറയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും. അത്രയധികം ബ്ലോക്കായിരിക്കും കേട്ടോ. ആളുകൾ കുറവായതിനാൽ ചെറിയ കടകളൊന്നും പലതും തുറന്നിട്ടില്ല. ഇനി മുന്നോട്ട് ഈ മനോഹരമായ റോഡിലൂടെ കുറേ ദൂരമുണ്ട് പൂമ്പാറയ്ക്ക് എത്തണമെങ്കിൽ. സൈഡിൽ ബോർഡുകളുണ്ട്. പൂമ്പാറ 18 കിലോമീറ്റർ, പൂണ്ടിയും ഈ വഴിക്ക് തന്നെയാണ് 37 കിലോമീറ്റർ. ഒരു ഘാട്ട് റോഡ് പോലെയുള്ള റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. കാടിനുള്ളിലേക്ക് കയറിയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്, അതിനോടൊപ്പം തന്നെ വെയിലുമുണ്ട്. വഴിയരികിൽ മരത്തിൻ്റെ മുകളിൽ മലയണ്ണാനുകൾ ധാരാളമായുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിക്കെല്ലാം വളരെ സ്പീഡിലാണ് അവർ മൂവ് ചെയ്യുന്നത്. പൂമ്പാറ ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ബോർഡിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തി. ഇവിടുന്ന് റൈറ്റ് ടേൺ തിരിഞ്ഞാലാണ് പൂമ്പാറയ്ക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ നല്ല തണുപ്പും അതിനൊപ്പം വെയിലിൻ്റെ ചെറിയ ചീളുകൾ എത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. വഴിയരികിൽ ഒരു ടൂറിസ്റ്റ് ടാക്സി നിർത്തിയിട്ടിരിക്കുന്നു. എന്തെങ്കിലും കാഴ്ചകൾ കാണാനുണ്ടാവുമെന്ന് കരുതി നോക്കിയപ്പോൾ അവരെന്തോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. ഇരുവശത്തും യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ റോഡുകളാണ്. കാറിൻ്റെ ചില്ല് താത്തിയിടുമ്പോൾ മുഖത്തേക്കടിക്കുന്ന തണുത്ത കാറ്റിന് പോലും യൂക്കാലിപ്റ്റസിൻ്റെ ഗന്ധമുണ്ട്. വഴിയരികിൽ കണ്ട ഒരു ചെറിയ വാട്ടർഫോളാണ്. മഴ സമയത്ത് ശക്തമായ നീരൊഴുക്കുണ്ടാകും. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ വഴിയിലൂടെ ബസ് സർവീസുകളുണ്ട്. മന്നവന്നൂരും പൂമ്പാറയും പൂണ്ടിയും കണ്ടു മടങ്ങുന്നവരുടെ കാറുകൾ വഴിയിലെങ്ങും കാണാം. കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വഴിയൊന്നും കാണാൻ പറ്റാത്ത അത്ര തരത്തിൽ ഫോഗ് വന്ന് മൂടിയിട്ടുണ്ട്. ഈ റോഡിൽ ആരുമില്ല. ചുറ്റും കാടിൻ്റെ ശബ്ദം മാത്രം. നല്ല തണുത്ത കാറ്റും വീശിയടിക്കുന്ന മഞ്ഞും എല്ലാം കൊണ്ട് ഈ മനോഹരമായ റോഡിലൂടെയുള്ള ഒരു യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരനുഭവമാണ്. കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചകൾ മാത്രം കണ്ടു മടങ്ങുന്നവർ ഒരിക്കലെങ്കിലും പൂമ്പാറയ്ക്കും പൂണ്ടിക്കും മന്നവന്നൂരും കാണാൻ വരണം. ഇപ്പോഴാണ് ഈ സ്ഥലങ്ങൾ ഇങ്ങനെ മനോഹരമായി നിലനിൽക്കുകയുള്ളൂ. ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കൂടുന്നതനുസരിച്ച് ഇത് ഒരു നഗരമായി വളർന്നു കഴിയും. അതിനു മുന്നേ വന്ന് കാണുക. ഫോഗിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പഴനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിൻ്റ് എന്ന് എഴുതിയ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തും. അവിടെ ബൈക്കുകൾ ധാരാളമായി നിർത്തി ആളുകൾ കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫോഗ് ആയതുകൊണ്ട് താഴോട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയില്ല, നേരെ പൂമ്പാറയിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഒരു 4:15 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയാൽ പൂമ്പാറയിൽ ചെല്ലാൻ ബുദ്ധിമുട്ട് വരും. കാരണം റോഡ് അത്ര നല്ലതല്ല എന്ന് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഹോസ്റ്റലുകാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം സ്ഥലങ്ങളിലൊന്നും നിർത്താതെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്.
പൂമ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന കുതിരകളെ കാണാം. ഇവിടെയുള്ളവർ വളർത്തുന്നതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളൊരു ചെറിയ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മന്നവന്നൂരും ഷാർപ്പ് റൈറ്റ് തിരിഞ്ഞാൽ പൂമ്പാറയുമാണ്. ഈ വഴിക്ക് തന്നെയാണ് പൂമ്പാറയും കൂക്കലും മന്നവന്നൂരും പൂണ്ടിയും എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഷാർപ്പ് റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട്. പൂമ്പാറയ്ക്കാണ് പോകുന്നതല്ലോ, അതുകൊണ്ട് മന്നവന്നൂർ നാളെ രാവിലെയാണ് കാണാൻ വരിക. ഇന്ന് പൂമ്പാറ ഹോസ്റ്റലിലേക്കാണ്. വീണ്ടും കുതിരയും ചെറിയ വീടുകളും എല്ലാം കാണാൻ തുടങ്ങി. നമ്മൾ ഇവിടുന്ന് ഏതോ ഒരു മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. റോഡ് സൈഡിൽ നിറയെ പച്ചക്കറികളുടെ വേസ്റ്റ് മീൻസ് ഇലകൾ എല്ലാം കാണാം. റോഡ് മണ്ണാണ്, ടാറ് ഒട്ടും കാണാനേ ഇല്ല. ഇവിടുന്ന് വീണ്ടും നമ്മൾ റൈറ്റ് ടേൺ തിരിയണം. ഹോസ്റ്റൽ വളരെ ഉള്ളിലേക്കാണ്. കാരണം ഹിൽ വ്യൂവും എല്ലാം കാണണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് വച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും മഞ്ഞയും ചുവപ്പും പച്ചയും നീലയും വിവിധ കളറുകൾ നിറം പിടിപ്പിച്ച വീടുകൾക്കിടയിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിറയെ കൃഷി സ്ഥലങ്ങളാണ് താഴെ. ഫോഗ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു മരം ഇവിടെ അനാഥമായി നിലകൊള്ളുന്നുണ്ട്. നാളെ രാവിലെ തിരിച്ചു വരുമ്പോൾ ഈ കൃഷി സ്ഥലങ്ങളെല്ലാം കാണിക്കാം എന്ന് കരുതുന്നു. ഹോസ്റ്റലല്ലാതെ വഴിയരികിൽ കണ്ട മറ്റൊരു ഹോം സ്റ്റേ ആണ്. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല, ആരെയും അവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണോ ഇപ്പോൾ ഇല്ലേ ഒന്നും അറിയില്ല കേട്ടോ. വഴിയരികിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലായിടത്തും ക്യാരറ്റും ക്യാബേജും ബ്രോക്കോളിയും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ പാടങ്ങളാണ് അവിടെ. അതിനോട് ചേർന്ന് ചെറിയ വീടുകളുമുണ്ട്. എല്ലാവർക്കും ഇവിടെ 2 വീലറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സിറ്റി കുറച്ച് ദൂരെയാണല്ലോ. ആളുകൾ കയറാതിരിക്കാൻ കമ്പി വേലികൾ കൊണ്ട് എല്ലാ കൃഷിയിടങ്ങളും സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ചെറിയ വഴികൾ പോലും ചാക്കുകൾ വെച്ച് അവരടച്ചിരിക്കുന്നു. മൃഗങ്ങളോ മനുഷ്യരെയോ പേടിച്ചിട്ടാകാം. പോകുന്ന വഴിക്ക് കണ്ട ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഏകദേശം നമ്മൾ ഹോസ്റ്റലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലേക്കുള്ള വഴിയെ കയറിയിട്ടുണ്ട്. മണ്ണ് വഴിയാണ്, ചെറിയ വഴിയാണ്. ചുറ്റും നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയും നിറയെ കൃഷി ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് റോഡിൽ ചെളിയെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. പൂമ്പാറയിലേക്ക് വരണമെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടിയിൽ മാത്രമേ വരാൻ പറ്റൂ. പൂമ്പാറ സിറ്റി വരെ ബസ്സുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരണമെങ്കിൽ നമ്മുടെ കയ്യിൽ 2 വീലറോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. മുന്നിൽ ഹോസ്റ്റൽ കാണുന്നുണ്ട്. മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 5:15 കൂടി ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെയിൽ കുറവായതിനാലാണ് കേട്ടോ കുറച്ച് വെളിച്ചം കുറവായി കാണുന്നത്. ഇതാണ് ഹോസ്റ്റൽ. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. മനോഹരമായ ഒരു യാത്രയായിരുന്നു കൊടൈക്കനാലിൽ നിന്നും പൂമ്പാറ വരെയുള്ളത്. ഹോസ്റ്റലിൽ മുറി ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അവിടുത്തെ റേറ്റുകളെക്കുറിച്ചും എങ്ങനെയാണ് ഹോസ്റ്റലിലെ താമസം, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അങ്ങനെ ഹോസ്റ്റലിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.